മലയാള സിനിമയിലെ നല്ലൊരു നടനായിരുന്നു സലീം കുമാർ. 56 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന് സുഖമില്ല കുറേ നാളായിട്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഇത്ര നേരത്തെ പോയിക്കളയും എന്നാരും വിചാരിച്ചില്ല. ഒരു ദിവസം എല്ലാവരും മരിക്കാനുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ മരണം ഒരു സ്വാഭാവിക പ്രക്രിയയുമാണ്. അങ്ങനെ സലീം കുമാറും മരിച്ചു. അത് വല്ലാത്ത ദുഃഖമുണ്ടാക്കി, പ്രത്യേകിച്ച് മലയാളികൾക്ക്. നല്ലൊരു നടനാണ്, വലിയൊരു നടനാണ്. ഈ ക്വാളിറ്റീസ് എല്ലാം തികഞ്ഞ നടീനടന്മാർ നമുക്ക് എണ്ണത്തിൽ കുറവായിരിക്കും. ചിലർക്ക് ചില പ്രത്യേക സിദ്ധികളുണ്ടാകും. ആ വിഭാഗത്തിൽ അവർ അനന്യമായ അഭിനയ പാടവം കാഴ്ചവെക്കും. എന്നാൽ ഏകദേശം എല്ലാ റോളുകളും, ഹാസ്യനടനാണെങ്കിലും അതല്ല ഒരു സാധാരണ അച്ഛനാണെങ്കിലും, ആദാമിൻ്റെ അബു എന്ന സിനിമയിൽ അതിന് ദേശീയ അവാർഡ് കിട്ടിയതാണ്. അങ്ങനെയൊക്കെയുള്ള കോംപ്ലക്സ് റോളുകളും എല്ലാം അനായാസമായിട്ട് അവതരിപ്പിക്കാൻ സലീം കുമാറിന് സാധിച്ചു. സലീം കുമാർ ബേസിക്കലി ഒരു ഗ്രാമീണനായിരുന്നു. വടക്കമ്പറവൂരുകാരനാണ്. ആ ഭാഷ, അതായത് എറണാകുളത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്തെ ഭാഷ, അത് പോപ്പുലറൈസ് ചെയ്തതിൽ വലിയ പങ്ക് വഹിച്ച ആളുകളാണ് ഹരിശ്രീ അശോകൻ, കൊച്ചിൻ ഹനീഫ, പിന്നെ സലീം കുമാർ തുടങ്ങിയവർ. അപ്പോൾ അതും അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഭാഷ, ഡയലക്റ്റ്, ഒരടി മണ്ണിന് ഒരു ഭാഷ എന്നാണല്ലോ തമാശയ്ക്കാണെങ്കിലും പറയാറുള്ളത്. ഭാഷ വ്യത്യസ്തമാണ്, എല്ലാം മലയാളമാണെങ്കിലും വ്യത്യസ്തമാണ്. അപ്പോൾ അതും പോപ്പുലറൈസ് ചെയ്തത് ഈ പറഞ്ഞ വ്യക്തികളൊക്കെ ചേർന്നാണ്. ഇങ്ങനെയൊക്കെയുള്ള നടൻ മരിച്ചു കഴിയുമ്പോൾ നാട്ടുകാരെല്ലാവരും, പിന്നെ VIP-കളും, വടക്കമ്പറവൂർ MLA-യും ഇപ്പോൾ മുഖ്യമന്ത്രിയുമായ VD സതീശനും ഒക്കെ വരുന്നത് സ്വാഭാവികമാണ്. അവിടെ വല്ലാത്ത തിക്കും തിരക്കും ഉണ്ടാക്കി സലീം കുമാറിൻ്റെ മകൻ ചന്തുവിന് അലറി വിളിച്ച് മാറി നിൽക്കുക അവിടുന്ന്. ഞാൻ ആ വീഡിയോ കണ്ടു. അതിൽ ചന്തു ആദ്യം പറയുന്നത് തള്ളല്ലേ തള്ളല്ലേ എന്ന് ദയനീയമായിട്ട് 2 തവണ പറയുന്നുണ്ട്. പുറകിൽ നിന്ന് ആൾക്കാർ തള്ളുന്നു. ഈ തള്ളുന്നവരാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാമറക്കാരാണ്, മാധ്യമങ്ങളും യൂട്യൂബർമാരും, പിന്നെ ഇപ്പോൾ എല്ലാവരും ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർമാരും വീഡിയോഗ്രാഫർമാരുമാണ്. ഒരു മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ ഏത് വീഡിയോയും നമുക്ക് എടുക്കാം, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഇവരെല്ലാം ആൾക്കൂട്ടത്തിനിടയിലൂടെ ഏറ്റവും നല്ല രീതിയിൽ കുടുംബക്കാരുടെ കണ്ണീരൊപ്പിയെടുക്കുക എന്ന കൃത്യത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ ഏർപ്പെടുമ്പോഴാണ് ഈ തള്ളുന്നത്. പുറകിലുള്ള ആൾ മുമ്പിലുള്ള ആളിനെ തള്ളും, അയാൾ അതിന് മുമ്പുള്ള ആളിനെ തള്ളും. ഇതൊക്കെ അറിയാതെ സംഭവിക്കുന്നതാണ്. അറിഞ്ഞുകൊണ്ടാരും ആരെയും തള്ളുന്നില്ല. പക്ഷേ ആൾക്കൂട്ടത്തിൻ്റെ ഒരു പെരുമാറ്റം അങ്ങനെയാണ്. അതാണ് നമ്മൾ പുറകിൽ നിന്ന് തള്ളുവന്നു എന്ന് പറയും. നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, നമ്മൾ മുമ്പിലേക്ക് വീണ് പോകും, സ്റ്റാമ്പേഡായിട്ട് മാറും. ഇതൊക്കെ ഒരു മരണ വീട്ടിൽ ഭൂഷണമാണ്. ഞാൻ ചെറുപ്പക്കാരനെ കുറ്റം പറയില്ല. പിന്നീട് ചന്തു 1-2 തവണ വല്ലാതെ ദേഷ്യത്തിൽ മാറി നീക്ക്, പുറകോട്ട് മാറ് എന്നൊക്കെ പറയുന്നു. ആരൊക്കെയോ ചന്തു ചന്തു എന്ന് പറഞ്ഞ് ശാന്തനാക്കാൻ നോക്കുന്നു. ചന്തു കരയുന്നു. ആകെ നോക്കുമ്പോൾ ഒരു പ്രൈവസി കൊടുക്കേണ്ട ഒരു മരണ വീട്ടിൽ ആളുകളുടെ കരച്ചിൽ കാണാൻ ഇത്ര വലിയ താല്പര്യം ആർക്കാണ്? എനിക്കതിലൊരു താല്പര്യവും തോന്നാറില്ല. ഞാൻ പറയട്ടെ, ഞാൻ ഹൃദയഭേദകമായ ഒരു കാഴ്ച കണ്ടത് നമ്മളുടെ പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ, സന്തൂർ വായിക്കുന്ന ആൾ, അദ്ദേഹം മരിച്ചു. ഈ മരിച്ച് ശവം ദഹിപ്പിക്കുന്നതൊക്കെ കാഴ്ച
നിങ്ങളെല്ലാം കണ്ടു കാണും, നമ്മളുടെ നാട്ടിലെല്ലാം സംഭവിക്കുന്നതാണ്. പ്രത്യേകിച്ച് സ്വന്തം പറമ്പിലൊക്കെ ആദ്യത്തെ പുക ഉയർന്ന് തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരും സ്ഥലം വിടും. എല്ലാവരും പോകും. ആരെങ്കിലും 2-3 പേര് ചിത കത്തിത്തീരുന്നവരെ അവിടെ ഉണ്ടാവും. ബാക്കിയുള്ള എല്ലാ കെട്ടുകാഴ്ചകളും അവസാനിക്കും ആദ്യത്തെ പുകച്ചുരുൾ ഉയരുന്നതോടെ. ഞാൻ പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ ദഹിപ്പിക്കുന്ന രംഗത്തിൽ ഒരു ചെറിയ ശ്മശാനമാണ്. അവിടെ മറ്റാരുമില്ല, ചിത കത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു മനുഷ്യൻ മാത്രം കൈ മുമ്പിൽ കെട്ടി തലകുനിച്ച് അവിടെ നിൽക്കുന്നു. നമ്മളുടെ ഉസ്താദ് സാക്കിർ ഹുസൈൻ. അവർ ഒരുമിച്ച് കച്ചേരികളൊക്കെ നടത്തിയിട്ടുണ്ട്, ദീർഘകാലത്തെ സുഹൃത്തുക്കളാണ്. സാക്കിർ ഹുസൈൻ മരണം അറിഞ്ഞ് അവിടെ എത്തിയ ആളാണ്. പക്ഷേ എല്ലാവരും പോയിട്ടും സാക്കിർ ഹുസൈൻ അവിടെ നിന്നു, ഒറ്റയ്ക്ക് നിന്നു. ഒരുപക്ഷെ ചിത കത്തിത്തീരുന്നത് വരെ അവിടെ നിന്നിട്ടുണ്ടാവാം. ആ നിപ്പ് കണ്ടാൽ അങ്ങനെയാണ് തോന്നുക. അതിൻ്റെ ഫോട്ടോ ഒരു ഫോട്ടോഗ്രാഫർ എടുത്തു, അല്പം ദൂരെ നിന്ന്. ഹൃദയഭേദകമായൊരു കാഴ്ചയായിരുന്നു അത്. കൂട്ടുകാരൻ നഷ്ടപ്പെട്ട ഒരാൾ മൗനിയായിട്ട് തലകുനിച്ച് നിൽക്കുന്ന ചിത്രം. ഇതൊക്കെയാണ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. അല്ലാതെ ആൾക്കൂട്ടത്തിൽ ആരുടെയെങ്കിലും പൊട്ടിക്കരച്ചിൽ ലൈവായിട്ട് റിലേ ചെയ്യുന്നത് സംസ്കാരശൂന്യതയാണ്. പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ അത് ചെയ്യുന്നു. എന്തിന് ചെയ്യുന്നു എന്നെനിക്കറിയില്ല. ഇത്തരം മാധ്യമങ്ങളെ പലരും പപ്പരാസികൾ എന്ന് വിളിക്കാറുണ്ട്. യൂട്യൂബർമാർ ബഹളം വയ്ക്കുന്നത് പിന്നെയും മനസ്സിലാക്കാം. അവർക്ക് ഇത് കാണിച്ച് റീച്ച്, പിന്നെ അതിൽ നിന്നുള്ള യൂട്യൂബ് വരുമാനം, ഇതൊക്കെ മോഹമുണ്ടാവാം. മെയിൻ സ്ട്രീം മീഡിയ ഇത് കാണിക്കുന്നതിന് യാതൊരു ന്യായവുമില്ല. പക്ഷേ അത് കാണിക്കുന്നു. ഞാൻ 2 സംഭവങ്ങൾ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. നമ്മളുടെ അമേരിക്കയിലെ ട്വിൻ ടവേഴ്സ് 2 വിമാനങ്ങൾ കയറ്റി ഈ അൽ ഖൈദക്കാർ നശിപ്പിച്ചിരുന്നല്ലോ. ഭീകരമായൊരു ദൃശ്യമായിരുന്നു അത്. അപ്പോൾ അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന അമേരിക്കക്കാരിൽ കരയുന്ന ഒരുത്തനെയോ ഒരുത്തിയോ അവർ കാണിച്ചില്ല. അമ്പരന്ന് നിൽക്കുന്നവരെ കാണിച്ചു. ഇപ്പം കരയും എന്ന് പറഞ്ഞിട്ട് വാ പൊത്തിപ്പിടിച്ച് നിൽക്കുന്ന ആൾക്കാരെ കാണിച്ചു. പക്ഷെ കരയുന്നവരെ കാണിച്ചില്ല. ഒരുപക്ഷെ ഞാൻ കാണാത്തതായിരിക്കാം, പക്ഷേ ഇല്ല എന്നാണ് ഞാൻ പിന്നീടും യൂട്യൂബൊക്കെ എടുത്ത് നോക്കുന്നു. അതിൽ എത്രയോ പേര് മരിച്ചു. അവരുടെയൊക്കെ വീട്ടിൽ അലമുറയും ബഹളമൊക്കെ നടന്നു കാണും. അതൊന്നും കാണിച്ചില്ല. പിന്നീട് ഞാൻ ഈ സുനാമി വന്നപ്പോൾ 2004 സുനാമിയുടെ സമയത്ത് ഏറ്റവും അധികം അത് ബാധിച്ചത് ജപ്പാനെയാണ്. ജപ്പാനിലെ വിഷ്വൽസ് ഞാൻ എടുത്തു നോക്കി. അന്ന് സാധാരണ ടി വിയിലൊക്കെ വന്നതാണ്. കരയുന്ന ഒരു മനുഷ്യനെ കാണിക്കുന്നില്ല. ഒരു സ്ത്രീ മാത്രം അവരുടെ അനുഭവങ്ങൾ പറഞ്ഞ് അവരിപ്പോൾ കരയും എന്നായി കഴിഞ്ഞപ്പോൾ അവർ ഫ്രെയിമിൽ നിന്ന് മുഖം മാറ്റി, ടി വിക്കാരൻ ക്യാമറയും മാറ്റി. ഇതാണ് ജപ്പാനിലെ സ്ഥിതി. എന്നാൽ അവിടെ ഉണ്ടായ നാശനഷ്ടങ്ങൾക്ക് കയ്യും കണക്കുമില്ല. അവർ നാശനഷ്ടങ്ങളുടെ വീഡിയോ പോലും കാണിച്ചില്ല. അവർ കാണിച്ചത് നാശനഷ്ടത്തിൽ നിന്ന് തിരിച്ചു വരുന്ന ജപ്പാനിലെ കുട്ടികൾ, അവരെ താമസിപ്പിച്ചിരിക്കുന്ന വലിയ ഷെഡുകൾ, ആ ഷെഡിൽ ഓടിക്കളിക്കുന്ന കുട്ടികൾ, ഇതൊക്കെയായിരുന്നു ജപ്പാൻ കാണിച്ചത്. പ്രസാദാത്മകത്വം തുളുമ്പുന്ന ആ വീഡിയോസായിരുന്നു. മരണം ദുഃഖകരമായൊരു കാര്യമാണ്, അത് റിപ്പോർട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. പക്ഷേ മരണം കാണിച്ച് മറ്റുള്ളവരെ കരയിച്ചേ അടങ്ങൂ എന്നുള്ള രീതിയിൽ മാധ്യമങ്ങൾ ഇറങ്ങി പുറപ്പെടാൻ പാടില്ല. കരയുന്ന മനുഷ്യൻ്റെ, സ്ത്രീ ആയാലും പുരുഷനായാലും, മുഖം വികൃതമാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് കരയുമ്പോൾ നമ്മൾ മുഖം പൊത്തുന്നത്, മറ്റാരും കാണാതിരിക്കാൻ. കൈയൊന്ന് മാറ്റിയാൽ ക്യാമറയിൽ എടുത്തിട്ട് കേരളം മൊത്തം, ലോകം മൊത്തം കാണിച്ചു കളയും എന്നുള്ളൊരു സ്ഥിതി കരച്ചിലിന് പോലും നിയന്ത്രണം കൊണ്ടുവരാൻ മനുഷ്യരെ പ്രേരിപ്പിക്കും. അങ്ങനെയൊക്കെ ദ്രോഹിക്കരുത്. അവരൊന്ന് സ്വതന്ത്രമായിട്ട് കരയട്ടെ. എന്തൊരു കഷ്ടമാണിതൊക്കെ.
നോക്കൂ, ഈ സെലിബ്രിറ്റികൾ ആയിട്ടുള്ള സിനിമാ താരങ്ങൾ, രാഷ്ട്രീയക്കാർ, അവർക്കുമൊക്കെ ഒരു കുടുംബജീവിതമുണ്ട്. നമ്മുടെയൊക്കെ വീട്ടിൽ മരണം നടക്കുമ്പോൾ ഈ ക്യാമറയും വീഡിയോയും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സ്വച്ഛന്തമായിട്ട് കരയാൻ സാധിക്കും. അവർക്ക് ആ കരച്ചിൽ പോലും നിഷേധിക്കപ്പെടുന്നു. അതിൻ്റെ പ്രതിഷേധമാണ് സലിം കുമാറിൻ്റെ മകൻ ചന്തു കാണിച്ചത്. ചന്തു അമ്മയെ കെട്ടിപ്പിടിച്ച് അമ്മയും മകനും കരയുന്നു. എന്തിനാണ് ആ രംഗം കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊക്കെ ഒന്ന് കാണുന്നവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നു, കരയുന്നവർക്ക് കരയാനും പ്രശ്നമാകുന്നു, കരച്ചിൽ വേഗം നിർത്തേണ്ടി വരുന്നു. ഇങ്ങനെയൊക്കെ മാനസിക സമ്മർദ്ദത്തിലാക്കുന്നു. അച്ഛൻ മരിച്ചുപോയ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചുപോയ വേദന അത് മറ്റുള്ളവർ കണ്ട് അതൊരു കൗതുകത്തോടെ നോക്കുമല്ലോ എന്നൊക്കെ ഓർത്തുള്ള ഒരു മാനസിക സംഘർഷം, ഇതൊക്കെ വല്ലാത്ത പ്രശ്നങ്ങളാണ്. ഇതെന്തുകൊണ്ടാണ് നമ്മളുടെ മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ യൂട്യൂബർമാർക്കോ ഒക്കെ മനസ്സിലാവാത്തത്? മഹാകഷ്ടമാണ്. ഇനി ഇതിന് മറുവശമുണ്ട്. അതും ഞാൻ കണ്ടിട്ടുണ്ട് മലയാള മാധ്യമങ്ങളിൽ. രാവിലെ ഏകദേശം 7-7:30 മണിക്ക് മകൾ തൂങ്ങി മരിച്ച വിവരം അറിയുന്നു. വാതിൽ തുറക്കുന്നില്ല, അപ്പോൾ ചവിട്ടിപ്പൊളിച്ചോ പോലീസ് വന്നോ ഒക്കെ ചെയ്തതാണ്. ഏതാണ് എവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളാരെങ്കിലും ഓർത്തെടുത്താൽ എടുത്തു, അല്ലെങ്കിൽ എന്നെ വിശ്വസിക്കുക. 11:30-12 മണിയായപ്പോൾ, അതായത് ആ മകളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടില്ല, ശവം പോലും കെട്ടിത്തൂങ്ങിച്ചാകുകയായിരുന്നു. ആ കയറഴിച്ച് ശവം താഴെ ഇറക്കി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയിട്ട് സർജൻ വന്ന് പോസ്റ്റ്മോർട്ടമൊക്കെ നടത്തണമല്ലോ. പോസ്റ്റ്മോർട്ടം പോലും തുടങ്ങിയിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. ആ സമയത്ത് ആ പെൺകുട്ടിയുടെ അച്ഛൻ ഒരു ചാനലിൽ, അമ്മ വേറൊരു ചാനലിൽ, അത് സ്ത്രീധന മരണമാണെന്നും അങ്ങനെയാണെന്നും ഇങ്ങനെയാണെന്നും ഒക്കെ ആയിരിക്കാം, അതൊക്കെ ആയിരിക്കാം പെൺകുട്ടിയുടെ ആത്മഹത്യയ്ക്ക് കാരണം. പക്ഷേ ഇത്ര പെട്ടെന്ന് TV ചാനലിൽ വന്നിരുന്ന്, വീട്ടിലോ മുറ്റത്തോ ആശുപത്രിയിലോ നിന്നുകൊണ്ടല്ല, TV ചാനലിൻ്റെ സ്റ്റുഡിയോയിൽ വന്നിരുന്നുകൊണ്ട് അമ്മയും കരയുന്നു, അച്ഛനും കരയുന്നു, ഞങ്ങളുടെ മകളെ കൊന്നതാണ്, അവനെ ശിക്ഷിക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല, ഇതെന്തൊരു മാനസികാവസ്ഥയാണ്. സ്വന്തം മകൾ മരിച്ചിട്ട് മണിക്കൂറുകളായില്ല, അതിനു മുമ്പേ TV സ്റ്റുഡിയോയിൽ. TVക്കാർ വരിക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഹരമാണ് ഒരുപാട് പേർക്ക്. എൻ്റെ ദുഃഖം കാണാൻ TVക്കാർ വരണം, അവരുടെ മുമ്പിൽ എനിക്ക് കരയണം, അങ്ങനെ കരഞ്ഞ് നാട്ടുകാരുടെ സഹതാപം നേടണം. അയ്യോ എന്തൊരു കഷ്ടം, ആ ദുഷ്ടനെ പിടിക്കുക. നമുക്കറിയില്ല അവനായിരുന്നോ ദുഷ്ടൻ, അതോ മരിച്ചുപോയ പെൺകുട്ടിയായിരുന്നോ ദുഷ്ട, ഇതൊന്നും നമുക്കറിയില്ല. അതിനു മുമ്പ് ഒരു നരേറ്റീവ് സൃഷ്ടിക്കപ്പെടും, അതിൻ്റെ പിന്നാലെ എല്ലാവരും പോവും. അവനെ ക്രൂശിക്കുക അല്ലെങ്കിൽ അവളെ ക്രൂശിക്കുക എന്ന് പറഞ്ഞ് തുടങ്ങും. എന്നിട്ട് അവനെ ക്രൂശിച്ചില്ലെങ്കിൽ നമ്മൾ പോലീസിനെയും കോടതിയെയൊക്കെ ചീത്ത പറയും. അതായത് മാധ്യമങ്ങൾ കുറ്റവാളിയെ തീരുമാനിച്ച് കഴിഞ്ഞു, ആ കുറ്റവാളിയെ ശിക്ഷിക്കുക എന്നുള്ള ജോലിയാണ് പോലീസിനും പ്രോസിക്യൂഷനും കോടതിക്കുമുള്ളത് എന്ന ഭാവത്തിൽ നമ്മൾ പെരുമാറുന്നു, കോടതികളെ കുറ്റം പറയുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയല്ല. ഇത്തരം കേസുകൾ മാധ്യമങ്ങൾ ഇങ്ങനെയല്ല കവർ ചെയ്യേണ്ടത്. എങ്ങനെ ചെയ്യണം എന്ന് ഞാൻ പറയില്ല, എന്നേക്കാൾ നന്നായിട്ട് ഇതൊക്കെ അറിയാവുന്ന മാധ്യമപ്രവർത്തകർ മലയാളത്തിൽ തന്നെയുണ്ട്. പക്ഷേ ഈ സെൻസേഷണലിസത്തിൻ്റെ പിന്നാലെ വല്ലാതെ സഞ്ചരിക്കുന്നത് ഗുണം ചെയ്യില്ല. അപ്പോൾ അതിന് ഉദാഹരണങ്ങൾ കാണിക്കാനുണ്ടാവും. ലോകത്തിൽ ഇങ്ങനെ നടന്നു, അങ്ങനെ നടന്നില്ല, അവിടെ നടന്നില്ല, ഇവിടെ നടന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഉദാഹരണങ്ങൾ, കൗണ്ടർ ഉദാഹരണങ്ങൾ കാണിച്ച് നമ്മളെ തോൽപ്പിക്കാൻ സാധിക്കും. പക്ഷേ എനിക്ക് മലയാള മാധ്യമങ്ങളോടും യൂട്യൂബർമാരോടും പറയാനുള്ളത്, നിങ്ങൾ സ്വയം ഒന്ന് ആലോചിക്കുക, ഈ ചെയ്യുന്നത് മര്യാദയാണോ? നിങ്ങളുടെ വീട്ടിലാണ് ഇത് സംഭവിച്ചതെങ്കിൽ നിങ്ങളിത് അനുവദിക്കുമോ എന്നൊക്കെ വായടപ്പിക്കുന്ന ചോദ്യം ഞാൻ ചോദിക്കുന്നില്ല. ഞാൻ പറയുന്നത്, നിങ്ങൾ സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കുക, ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ ഈ ചെയ്തത് ശരിയായോ? ഇതൊന്ന് ചോദിക്കുക, നിങ്ങൾക്ക് കൃത്യമായ ഉത്തരം കിട്ടും. പിന്നെ എങ്ങനെയാണ് ഇത്തരം മരണങ്ങൾ കവർ ചെയ്യേണ്ടത്, അതും നിങ്ങൾക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാം.
നിങ്ങൾ നല്ല തീരുമാനമേ എടുക്കുകയുള്ളൂ എന്നെനിക്കറിയാം. പക്ഷേ അത് മനസ്സാക്ഷിക്ക് നിരക്കുന്ന രീതിയിൽ മനസ്സാക്ഷിയെ മുൻനിർത്തി എടുക്കുന്ന തീരുമാനമാണെങ്കിൽ അത് നല്ല തീരുമാനമായിരിക്കും. അതല്ല, നിങ്ങളുടെ ഉള്ളിൽ തീർത്താലും തീരാത്ത ഒരു കൊമേർഷ്യലിസം, ഒരു വിൽപ്പനത്വര ഇതുണ്ടെങ്കിൽ നിങ്ങൾ തെറ്റായ തീരുമാനമേ എടുക്കുകയുള്ളൂ. ശരിയായ തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് മാധ്യമപ്രവർത്തകരുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ്. നിങ്ങൾ ഇപ്പോൾ കൊടുക്കുന്ന വാർത്ത ഒരു ഇൻഫർമേഷൻ മാത്രമല്ല, അതിലൊരു നരേറ്റീവ് ഉണ്ട്, പലപ്പോഴും അതിനൊരു പൊളിറ്റിക്സും ഉണ്ട്. അതുകൊണ്ട് ഒരേ മരണം പല രീതിയിൽ റിപ്പോർട്ട് ചെയ്യുക, സംശയിക്കത്തക്ക രീതിയിൽ അല്ലെങ്കിൽ ദുരൂഹ സാഹചര്യത്തിൽ എന്നൊരു വാക്ക് ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൾക്കാരുടെ മനസ്സിൽ ഒരു സംശയത്തിൻ്റെ കനൽ കോരിയിടാൻ പറ്റും. അത് വേണോ വേണ്ടയോ എന്നാദ്യം തീരുമാനിക്കുക. നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ചെറുതല്ലാത്ത ഒരു ജനസംഖ്യയെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ സ്വാധീനിച്ചില്ലെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സാക്ഷിയോട് ന്യായമാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. അതല്ലെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ ഇതുപോലെ വേണ്ടാത്ത ചിത്രങ്ങൾ കാണേണ്ടി വരും. അങ്ങനെ കാണേണ്ടി വരുന്നത് മലയാളിയുടെ ഒരു ഗതികേടാണ് എന്ന് മലയാളി വിചാരിക്കുന്നിടത്ത് മാധ്യമങ്ങളും സാധാരണ മനുഷ്യരും തമ്മിലുള്ള ബന്ധം തന്നെ തകർന്നു പോകും. അതിന് ഇടയാവാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കൂടുതലൊന്നും പറയുന്നില്ല. താങ്ക് യു.